നമസ്കാരം. മെട്രിക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ തൃപ്പൂത്താറാട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയാണ് ഇന്നത്തെ ദിവസം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ആറാട്ട് കടവിൽ നിന്നുള്ള വരവിലൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവതി ആറാട്ട് കടവിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ഭഗവതിയെ കാത്തു നിൽക്കുന്ന ഭക്തരുടെ കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് തന്നെ. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രം തന്നെയാണ്. പാർവതി ദേവിയുടെ തൃപ്പൂത്താറാട്ടുത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരുന്നത്. ശരിക്കും പറഞ്ഞാൽ ദക്ഷയജ്ഞത്തിലെ ഹോമകുണ്ഡത്തിൽ സതീദേവി വീണുപോയപ്പോൾ ശ്രീ പരമശിവൻ സതിയുടെ ശരീരവും എടുത്ത് ക്രുദ്ധനായി താണ്ഡവ നൃത്തം ചവിട്ടിയെന്നും മഹാവിഷ്ണു സുദർശന ചക്രം കൊണ്ട് സതിയുടെ ശരീരം മരിഞ്ഞിട്ടുവെന്നും അപ്പോൾ സതീദേവിയുടെ അടിവയറ് ഈ ചെങ്ങന്നൂരിൽ വീണുമെന്നാണ് ഐതിഹ്യം. ദേവി രജസ്വലയാകുന്ന ചടങ്ങാണ് തൃപ്പൂത്ത്. അതിവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമാണ് ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവമായി തന്നെ കൊണ്ടാടുകയാണ്. വളരെ കണ്ണിന് ഇമ്പവും അതുപോലെ തന്നെ വളരെ ഭക്തി നിർഭരമായ ഒരു കാര്യവും കൂടിയാണ് ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ ദിവസം കടന്നു പോകുന്നത്. പാർവതി ദേവി ആറാട്ട് കഴിഞ്ഞ് വരുന്ന ഒരു വരവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈയും കൂപ്പി തൊഴുതു പോകും. അത്രയ്ക്ക് ഭയങ്കര ഒരു കാഴ്ച. അതായത് കുറേ അമ്മമാരും കുറേ ചേച്ചിമാരും അതുപോലെ തന്നെ അവിടെ കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ നീരാഞ്ജനത്തിൻ്റെയും കുറേ ചന്ദനത്തിരിയുടെയൊക്കെ നല്ലൊരു മണം തന്നെയാണ്. ആ ഒരു സ്മെല്ല് നമുക്ക് അനുഭവിച്ചറിയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പോസിറ്റീവ് എനർജിയിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ് ഇവിടുത്തെ സത്യമായിട്ടുള്ളൊരു കാര്യം. അവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ കുറേ അമ്മമാർ ചേച്ചിമാർ ഒക്കെ ഭഗവതിയെ താലം പിടിച്ചു നിന്ന് സ്വീകരിക്കുന്നൊരു കാഴ്ച. തിരിച്ച് ഭഗവതി ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നൊരു നയനമനോഹരമായൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു മനസ്സും ശരീരവും ഒക്കെ ഒന്നായിട്ടുള്ളൊരു, അതായത് നമ്മളറിയാതെ പോലും പ്രാർത്ഥിച്ചു പോകും അമ്മയെന്ന്. ആ ഒരു കാഴ്ചയാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പാർവതി ദേവിയുടെ എഴുന്നള്ളത്ത് മതിലകത്ത് നാലമ്പലത്തിന് പുറമേയുള്ള ധ്വജമൂലസ്ഥാനത്തെത്തുമ്പോൾ ശ്രീ പരമേശ്വരൻ കൊമ്പനാനപ്പുറത്തെഴുന്നള്ളി ദേവിയെ സ്വീകരിക്കും. അതാണ് വലിയൊരു കാഴ്ച. അതായത് ഈ ആറാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു നയനമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അവിടെ നിന്നും ശ്രീ പാർവതി പരമേശ്വരന്മാർ ചുറ്റമ്പലത്തിനു വെളിയിൽ 3 പ്രദക്ഷിണം വെച്ച് ദേവി പടിഞ്ഞാറേ ഭാഗത്തു കൂടിയും ഭഗവാൻ കിഴക്കേ നടവഴിയും ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ തൃപ്പൂത്താറാട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്.